അഡ്വക്കേറ്റ് ജയസൂര്യൻ, സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിനും സർവ്വമേഖലയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും പരിഗണന നൽകുന്ന ജനകീയ ബജറ്റാണ് ധനമന്ത്രി ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ആധുനികവും വികസിതവുമായ മധ്യവരുമാന സമൂഹമായി കേരളത്തെ മാറ്റാനാണ് LDF സർക്കാർ കഴിഞ്ഞ 10 വർഷമായി പരിശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രതികരണം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി നടപ്പാക്കാൻ കഴിയാത്തത് ഇപ്പോൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു എന്ന തരത്തിൽ ചില പ്രതികരണങ്ങൾ വരികയുണ്ടായി. അതേതോ നിരാശയിൽ നിന്ന് ഉടലെടുത്ത ബാലിശമായ ആരോപണം മാത്രമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ബജറ്റിനെ കുറിച്ചുള്ള പൊതുവിലുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ബജറ്റിനെ കുറിച്ച് പൊതുവെ പറഞ്ഞാൽ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ തന്നെ ഇതൊരു പ്രകടന പത്രികയുടെ അവതരണം മാത്രം, അതും ആവർത്തന വിരസമായ അവതരണം. അതല്ലാതെ ആത്മാർത്ഥമായ യാതൊരു സമീപനവും ഇവിടെ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ ഒറ്റ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയാണ് ഈ പറയുന്ന ധനകാര്യമന്ത്രി. അതായത് അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുണ്ട്, ആർക്കും കേട്ടാൽ ഒന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അഡ്വേഴ്സ് പെൻഷൻ കൊണ്ടുവരുമെന്നാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആയിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്നത് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആയിരുന്നു. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നമുക്കറിയാം സർക്കാരാണ് മുഴുവൻ പൈസയും മുടക്കുന്നത്. കോൺട്രിബ്യൂട്ടറി പെൻഷൻ നമുക്കറിയാം സർക്കാരും മുടക്കും, ജീവനക്കാരും മുടക്കും. അപ്പൊ ജീവനക്കാരന്റെ കോൺട്രിബ്യൂഷനും ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം പുതിയൊരു വാക്ക് കൊണ്ടുവന്നിരിക്കുന്നു, അഡ്വേഴ്സ് പെൻഷൻ. കേട്ടാൽ ആർക്കും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. നമ്മളൊന്ന് പഠിച്ചു നോക്കിയ കാര്യം മനസ്സിലാവും. ഈ പറയുന്ന കോൺട്രിബ്യൂട്ടറി പെൻഷൻ തന്നെ പേര് മാറ്റിയിട്ടിരിക്കുന്നതാണ് ഈ അഡ്വേഴ്സ് പെൻഷൻ. അതിന്റെ ഗുണം എന്താണെന്നറിയാമോ? ഖജനാവിന് വലിയ ഭാരമൊന്നും വരികയല്ല. ഖജനാവിന്റെ നല്ല ഈ പെൻഷൻ കൊടുക്കുന്നത്. പിന്നെയോ ഇതിനു വേണ്ടി ഒരു പ്രത്യേക പെൻഷൻ ഫണ്ട് ഉണ്ടാക്കി ആ പെൻഷൻ ഫണ്ടിലേക്ക് ഖജനാവിൽ നിന്ന് പണം കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കി പണം എങ്ങനെ വരിക? അത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ പോലെ ഒരു നിശ്ചിത ശതമാനം, ചെറിയ ശതമാനം തുക ജീവനക്കാരൻ അടയ്ക്കുക, സർക്കാർ ഉദ്യോഗസ്ഥൻ അടയ്ക്കുക. എന്നിട്ട് അദ്ദേഹം പിരിയുന്ന സമയത്തുള്ള അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷൻ ആണെന്ന് അഷ്വർ ചെയ്യുക. അതാണ് ഈ അഷ്വേർഡ് പെൻഷൻ. ഇത് അഷ്വർ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിനുവേണ്ടി ഖജനാവിൽ പണമുണ്ടെങ്കിൽ ഖജനാവിൽ നിന്ന് പെൻഷൻ ഫണ്ടിലേക്ക് പണം അനുവദിച്ച് അങ്ങനെ പെൻഷൻ ഫണ്ടിൽ വെച്ച് ഇത് ഈ പറയുന്ന പിരിഞ്ഞ ഉദ്യോഗസ്ഥന്റെ, പെൻഷൻ പറ്റിയ ഉദ്യോഗസ്ഥന്റെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% എത്തിക്കുക. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ക്ഷേമ പെൻഷന് തുല്യമാക്കുക. ക്ഷേമ പെൻഷൻ എപ്പോഴാണ് കിട്ടുന്നത്? കാശുള്ളപ്പോ കിട്ടും, ഇല്ലാത്തപ്പോ ഇല്ല. ഇപ്പൊ പെൻഷൻ കിട്ടിയിട്ടുണ്ട്, എന്താ? തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പെൻഷൻ കൊടുത്തു എന്ന് പറയുന്നത് പോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ കവർന്നെടുക്കുന്ന ഒരു തന്ത്രമാണ് ഇപ്പൊ ഇദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന അഡ്വേഴ്സ് പെൻഷൻ. എത്ര വലിയ തട്ടിപ്പും കൊള്ളയുമാണ് ഇത്! പാവം ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായി വരുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോകും. അപ്പോ അതുവരെ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്നത് വരെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചു നിർത്താനുള്ള ക്യാപ്സ്യൂളൊക്കെ സഹാക്കന്മാർക്ക് കൊടുത്ത് റെഡിയാക്കി നിർത്തിയിരിക്കുക. അവരിന്റെ തെരുതര ക്ലാസ് എടുത്ത് കുടുംബയോഗം നടത്തും, ഒന്നും പേടിക്കണ്ടെന്ന് പറയും. ഈ പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വോട്ട് പിടിക്കാൻ പോകും. സത്യത്തിൽ വോട്ട് പിടിക്കാനുള്ള കൈക്കൂലി പ്രഖ്യാപനങ്ങളല്ലാതെ ഒരു പ്രഖ്യാപനം ഇതിനകത്ത് നടത്തിയിട്ടില്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്പ്യാരെ നമുക്ക് മനസ്സിലാവും. ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ആൾക്കാർക്കൊക്കെ 1000 രൂപ, 500 രൂപ, 23 രൂപ, 32 രൂപ വെച്ച് കൂട്ടിക്കൊടുത്തിരിക്കുകയാണ്. അതായത് വീടുകളുമായി വീടാന്തരം ബന്ധമുള്ള അംഗൻവാടി വർക്കേഴ്സ്, ഹെൽപ്പർമാര്, ആശാ വർക്കേഴ്സ്, അവർക്കെല്ലാം 1000 കൂട്ടിക്കൊടുത്തു. അപ്പൊ അവരൊക്കെ നോക്കുമ്പോൾ കിട്ടിയല്ലോ, വലിയ പുരോഗതിയല്ലേ ഉണ്ടായിരിക്കുന്നത്, സന്തോഷം ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലും. എനിക്ക് തോന്നുന്നത് ഈ ബജറ്റിൽ വിട്ടുപോയ 1-2 വിഭാഗക്കാരുണ്ട്. മിക്കവാറും അടുത്ത ദിവസം അഡീഷണൽ ആയിട്ട് അവർക്കും കൊടുക്കും. അതായത് ഹരിത കർമ്മസേനയ്ക്ക് ചിലപ്പോൾ 1000 വെച്ച് കൂട്ടും. ബാർബർ ഷോപ്പ് നടത്തുന്ന ആൾക്കാർക്കും ചായക്കടക്കാർക്കും ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. വണ്ടിയിലെ കിളി കണ്ടക്ടർ ഇവർക്കും ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവരൊക്കെയാണല്ലോ ഈ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ട് വോട്ട് ശേഖരിക്കുന്ന ആൾക്കാർ. അപ്പോൾ എന്ന് പറഞ്ഞാൽ വോട്ട് കളക്ട് ചെയ്യാൻ കഴിയുന്നവർക്കൊക്കെ കൈക്കൂലി പ്രഖ്യാപനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇവരൊക്കെ അടുത്ത 2 മാസം വർക്ക് ചെയ്ത് വീണ്ടും പിണറായിയുടെ 3ാം ഊഴം ഉറപ്പാക്കാനുള്ള പദ്ധതി. 3ാം ഊഴത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ 5 കൊല്ലം കഴിഞ്ഞ് ഇതുപോലെ ഒരു ബജറ്റ് അവതരിപ്പിച്ചാൽ മതിയല്ലോ. ഈ തരത്തിലുള്ള ശുദ്ധമായ തട്ടിപ്പ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യം അവിടെ പോട്ടെ, ശരിക്കും അവിടെ ഒരു പുനരുത്പാദനപരമായിട്ടുള്ള ഏത് പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് പണം കൊടുത്തേ? ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം.
50 മസ്റ്റ് സീ ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്നത്. ലോക ഭൂപടത്തിൽ, ടൂറിസം ഭൂപടത്തിൽ കണ്ടിരിക്കേണ്ട 50 സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് കേരളം. ഈ കേരളത്തിനകത്ത് ഓരോ ജില്ലയിലും എത്രയോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. എത്ര ആയിരം പേർക്ക് ഓരോ മേഖലയിലും തൊഴിൽ കൊടുക്കാൻ പറ്റും. ടൂറിസം ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് എന്ത് പദ്ധതിയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? ഏത് പ്രോജക്റ്റാണ് വെച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ചെന്നാൽ അവിടെ നല്ല റോഡുണ്ടോ, നല്ല കുടിവെള്ളമുണ്ടോ, താമസ സൗകര്യമുണ്ടോ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ? കോവളത്തിന്റെ അവസ്ഥ ഞാൻ ഇപ്പൊ പറയുള്ളൂ. അതെ അതെ അതെ. അപ്പോൾ അതാണ് ഒരു ഭാഗം. ഇനി തീരപ്രദേശം മത്സ്യസമ്പദ യോജന 26,000 കോടി രൂപയാണ് മോദിജി ഗവൺമെന്റ് അനുവദിച്ചത്. നമുക്കതിന്റെ 10-1 കിട്ടാൻ അവകാശമുണ്ട്. പ്രോജക്റ്റ് വെച്ചിട്ടുണ്ടോ? 26,000-ൽ ഒരു 2,000 കോടിയെങ്കിലും കേരളത്തിന് വാങ്ങിച്ചെടുക്കാനുള്ള പ്രോജക്റ്റ് വെച്ചിട്ടുണ്ടോ? യാതൊരു പ്രോജക്റ്റും മുന്നോട്ട് വെക്കാനില്ല. അതുപോലെ ഒരു പുനരുൽപാദനപരമായിട്ടുള്ള സ്പൈസസ് ഇപ്പം ലോകത്തുണ്ടാകുന്ന ഏതാണ്ട് 120 സ്പൈസസുകളിൽ 104 എണ്ണവും കേരളത്തിലുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്പൈസസ് ഒക്കെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. അതിനൊന്ന് ബ്രാൻഡ് ചെയ്ത് ലോക മാർക്കറ്റിൽ അവതരിപ്പിക്കാനുള്ള പദ്ധതിയുണ്ടോ? യാതൊരു പദ്ധതിയുമില്ല. പിന്നെ ഇപ്പൊ വേറൊരു തമാശ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതെന്തോ വലിയ കാര്യമാണെന്നാ പറയുന്നത്. ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമായി. നമ്പ്യാരെ, നമുക്കൊക്കെ അറിയാമല്ലോ, ഏതെങ്കിലും ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കയറി ചെന്നാൽ അവിടെ വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ അധ്യാപകരാണ്. അപ്പൊ പിന്നെ വിദ്യാർത്ഥികൾ സൗജന്യമായിട്ട് കൊടുത്താൽ സർക്കാരിന് ഒരു നഷ്ടവും ഇല്ല. പിള്ളേരില്ല, ഉള്ള പിള്ളേർ മുഴുവൻ 10ാം ക്ലാസ് കഴിയുമ്പോഴേ വിദേശത്തേക്ക് പോവുകയാണ്, അല്ലെ മറ്റു സംസ്ഥാനത്തേക്ക് പോവുകയാണ്. ഇവിടെ നിന്നാൽ ജീവിക്കാൻ പറ്റില്ല. ഇതല്ലേ അവസ്ഥ? വന്യജീവി രംഗത്ത് നടക്കുന്ന കൊള്ള എത്ര വലുതാ? 77 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ വർഷവും സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാ? വന്യജീവികൾക്ക് വനത്തിനകത്ത് വെള്ളവും ഭക്ഷണവും ആവാസ വ്യവസ്ഥയും സുരക്ഷിതമാക്കുക, അവര് നാട്ടിലേക്ക് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി കിടങ്ങ് കുഴിക്കുക, ഫെൻസിങ് നടത്തുക, ഇലക്ട്രിക് വേലി കെട്ടുക, അങ്ങനെ നിരവധി കാര്യങ്ങൾ. കഴിഞ്ഞ വർഷം 77 കോടി രൂപ കിട്ടിയിട്ട് എന്താ ചെയ്തത്? 2 ജീപ്പ് മേടിച്ചു, അത്രേ ഉള്ളൂ. ബാക്കി തുക ലാപ്സാക്കി കളഞ്ഞു. 5 കൊല്ലം കഴിയുമ്പോൾ 500 കോടി രൂപയുടെ പ്രോജക്റ്റാണ് വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്രം തരുന്നത്. കഴിഞ്ഞ വർഷം കിട്ടിയ തുക മുഴുവൻ ലാപ്സാക്കി കളഞ്ഞു. 500 കോടി രൂപയും ലാപ്സാക്കി കളഞ്ഞു. എന്നിട്ട് കേരളത്തിൽ മാത്രം വന്യജീവി വലിയ പ്രശ്നമാണ്. കർഷകർ ദുരിതത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, തമിഴ്നാട്ടിൽ വനമുണ്ട്, വന്യജീവിയുണ്ട്. കർണാടകത്തിൽ വനമുണ്ട്, വന്യജീവിയുണ്ട്. അവിടുത്തെ വന്യജീവി എന്താ വനത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ? കേരളത്തിലെ വന്യജീവി മാത്രം എന്തുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത്? അപ്പൊ വനത്തിനുള്ളിൽ അവർക്ക് കുടിവെള്ളം ഇല്ല, ഭക്ഷണമില്ല, അവർക്ക് അവിടെ ജീവിക്കാൻ വയ്യ. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കൃഷിഭൂമി ഏതാണ്, വനഭൂമി ഏതാണെന്ന് അറിയില്ല. കാരണം മുഴുവൻ കാട് പിടിച്ചു പോയി, കാർഷിക മേഖല നഷ്ടമായി, കുട്ടികളൊക്കെ വിദേശത്തായി, കൃഷിഭൂമി മുഴുവൻ വനമായി. അപ്പൊ വനം ഏതാണ്, കൃഷിഭൂമി ഏതാണെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ കേരളത്തില് ആ ദുരവസ്ഥയിൽ വനത്തിൽ കയറി വരികയാണ്. അപ്പോൾ ഇതിനൊന്നും അഡ്രസ് ചെയ്യുന്നില്ല. ഇത്തരം യാതൊരു പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നില്ല. എന്നിട്ട് തമാശയൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഈ ബജറ്റിൽ പറഞ്ഞ മറ്റൊരു തമാശ, 20% വൃദ്ധജനങ്ങളായതുകൊണ്ട് ഞങ്ങൾ വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയുള്ള ബജറ്റാണ്. വൃദ്ധജനങ്ങളോട് ഇത്ര വലിയ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 70 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ ചികിത്സ കൊടുത്ത കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പാക്കാത്ത ഒരേ ഒരു സംസ്ഥാനം അതാണ് നമ്മുടെ കേരളം. എന്നിട്ടാണ് ഊറ്റം കൊള്ളുന്നത് ഞങ്ങള് വൃദ്ധജനങ്ങളോടൊപ്പമാണ്. എൽഡേഴ്സ് ബജറ്റാണ് ഇന്ന്. എൽഡേഴ്സ് ബജറ്റ് ഒന്നുമല്ല ഇത് മഹാ കൊള്ളയാണ് നടത്തിയിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച റെയിൽവേ, അത് ഞങ്ങളുടെ റെയിൽവേ ആണെന്നും പറഞ്ഞ് ഇപ്പൊ ലേബൽ ഒട്ടിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. ഹൈവേ നവകേരളവും അതുപോലെ സാമൂഹ്യ സുരക്ഷയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ദ റിയൽ കേരള സ്റ്റോറി ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നതാണ് ധനമന്ത്രി അവകാശപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ കുറച്ച് കാണരുത്. അല്ല, ആ റിയൽ കേരള സ്റ്റോറിയുടെ സംവിധായകനുള്ള അവാർഡ് നരേന്ദ്രമോദിക്ക് കൊടുക്കണമെന്ന് കൂടെ ഞാൻ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. അപ്പൊ വേറൊരു കാര്യം നമുക്ക് പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. ബജറ്റിലും കയറി പറഞ്ഞ കാര്യം, ചൂരന്മല മുണ്ടക്കൈ ദുരിതാശ്വാസം. ഞാൻ വളരെ കൃത്യമായിട്ട് നമുക്കെല്ലാം അറിയാം. നമ്മളൊക്കെ നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ, ജനം ചാനലിന്റെ ഈ ഫ്ലോറിൽ തന്നെ എത്രയോ തവണ പറഞ്ഞാണെങ്കിൽ ഒന്നുകൂടെ പറയാണ്. കേന്ദ്രം 888 കോടി രൂപ കൊടുത്തു. 888 കേന്ദ്രം 888 കോടി രൂപ കൊടുത്തു. മലയാളികളെല്ലാം കൂടെ പിരിച്ച് 740 കോടി രൂപ കൊടുത്തു. 1628 കോടി രൂപ പിണറായി വിജയന്റെ കയ്യിലുണ്ട്. ഇപ്പോഴും അവിടെ ഉള്ളവർക്ക് വീട് കിട്ടിയിട്ടില്ല. 200 കോടി രൂപ അദ്ദേഹം ചെലവാക്കി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ കണക്ക് നമ്മൾ അംഗീകരിക്കുന്നു. എന്നാലും 1428 കോടി രൂപ ബാക്കിയുണ്ട്. ആ പണം എന്തുകൊണ്ട് ഈ ദുരിത ബാധിതർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല? ഭരണം അവസാനിക്കുന്ന ഈ സമയത്ത് പോലും അത് ഉത്തരമില്ല. വീണ്ടും ചെയ്യുമെന്ന് പറയുകയാണ്.
എന്നിട്ട് പുട്ടിന് പീര ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പറയും കേന്ദ്രം ഞെരുക്കുന്നു, കേന്ദ്രം ഞെരുക്കുന്നു. കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെന്റ് മൻമോഹൻ സിംഗിന്റെ കാലത്ത് 10 വർഷം കൊണ്ട് കേരളത്തിന് കിട്ടിയത് കേവലം 70,000 കോടി രൂപയാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി ഗവൺമെന്റ് കേരളത്തിൽ കൊടുത്തത് 4 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ്. ഇതൊക്കെ പകൽ പോലെ വ്യക്തമാകുമ്പോഴും കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറയുന്ന വായ്ത്താരി കേരളത്തിന് ഇനി ചെലവാകാൻ പോകുന്നില്ല. കേരളം അത്രമാത്രം മടുത്തിരിക്കുന്നു. ശബരിമലയിലെ കൊള്ളയുടെ കാര്യമൊന്നും പിന്നെ പറയാനില്ലല്ലോ. അത് മൂടി വെക്കാൻ വേണ്ടിയാണ് ശബരിമലയ്ക്ക് 30 കോടി, പമ്പയ്ക്ക് വേറെ ഒരു 30 കോടി. ഇനി വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്ര ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വർണം കട്ടുകൊണ്ട് പോയിട്ട് 30-60 കോടി ആഗോള അയ്യപ്പ സംഘം നടത്തിയതിന്റെ കണക്ക് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഇപ്പോഴും കോടതി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അതായത് ഒരാളെ പിടിച്ചു നിർത്തി അവന്റെ ബാഗും അവന്റെ മാലയും വളയെല്ലാം സ്വർണ്ണമെല്ലാം പിടിച്ചു പറിച്ച് പോകാൻ നേരത്തെ കാശില്ലല്ലോ എന്ന് പറയുമ്പോ, എന്നാ നീ ഒരു കാര്യം ചെയ്യും, വണ്ടിക്കൂലിക്ക് ഇത് എടുത്തോ എന്ന് പറഞ്ഞ് 1 രൂപ അവന്റെ കയ്യിലോട്ട് കൊടുക്കുന്ന പോലെയാണ് ശബരിമലയ്ക്ക് കിട്ടിയ 30-60 കോടി രൂപ. ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ ആയിരക്കണക്കിന് കോടി രൂപയുടെ മറുപടിയാണോ ഈ 60 കോടി രൂപ? ഇത് കേരളീയ സമൂഹം ചോദിക്കും. അല്പമെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ബജറ്റിൽ ഇതൊക്കെ മിണ്ടാതിരിക്കണ്ടേ? ജനങ്ങൾ ഈ കണക്ക് തിരിച്ച് അങ്ങോട്ട് ചോദിക്കല്ലേ? അതുപോലെ ഡി എ കുടിശ്ശിക 1 ഗഡു ഫെബ്രുവരി കൊടുക്കും, ബാക്കി സ്വാഹ, ബാക്കി നമുക്കറിയാമല്ലോ. അപ്പോഴത്തേക്കും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു, പിന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് പ്രോട്ടോകോൾ ഒക്കെ ആയിപ്പോലെ ഇനി ഞങ്ങൾക്കൊന്നും പറ്റിയല്ല, പുതിയ ഗവൺമെന്റ് വരട്ടെ, അപ്പൊ പുതിയ ഗവൺമെന്റ് തലേ വെക്കും. ഇനി പുതിയ ഗവൺമെന്റ് ആര് വന്നാലും അവർക്കും വേണേൽ തട്ടിക്കൊണ്ടു പോകാമല്ലോ 5 കൊല്ലം, അത് കഴിഞ്ഞ് പിന്നെ പോരെ. ഇത്തരം തനിയാവർത്തനമല്ലാതെ ആത്മാർത്ഥമായ യാതൊരു സമീപനവും യാതൊരു മേഖലയിലും ഉണ്ടായിട്ടില്ല. ഞാൻ നമ്പ്യാർ ഓർക്കുന്നുണ്ടാവും, പിണറായി വിജയന്റെ ഒന്നാമത്തെ ബജറ്റ്, പിണറായി സർക്കാരിന്റെ ഒന്നാമത്തെ ബജറ്റ് തോമസ് ഐസക് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, സോഷ്യൽ ഓഡിറ്റിംഗ്. അതായത് ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ബജറ്റ് വർഷാവർഷം സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുകയും സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ സംശയം ഉണ്ടെങ്കിൽ തോമസ് ഐസക്കിന്റെ ഒന്നാമത്തെ ബജറ്റിന്റെ പ്രസംഗം കോപ്പി എടുത്ത് നോക്കിയാൽ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങള് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്യും. എവിടെ പോയി സ്കോർ കാർഡ്? എവിടെ പോയി സോഷ്യൽ ഓഡിറ്റിംഗ്? ഒന്നുമില്ല. കാരണം മിണ്ടാൻ പറ്റില്ല. 10 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും അച്ചടിച്ച് വായിച്ച് കേൾപ്പിക്കുന്നതിനെ ബജറ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം.